ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ദശലക്ഷത്തിലധികം ആളുകൾ അനവധി വൈതരണികൾ താണ്ടി നടത്തിയ ആ യാത്ര ഇന്നും അത്ഭുതകരമാണ്. എന്നാൽ അതിൻ്റെ പുറകിൽ സംഭവിച്ച കാര്യങ്ങൾ അതിലും വിസ്മയകരമാണ്. ജീവസന്ദേശത്തിൻ്റെ പുറപ്പാട് പുസ്തക പഠനത്തിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങൾ പുളിപ്പിൽ നിന്ന് പൂർണ്ണമായി വേർപെട്ട് ജീവിക്കണമെന്നതിൻ്റെ ആവശ്യകത ദൈവം വ്യക്തമായി കൽപ്പിച്ചിരിക്കുന്നു. പുതിയ നിയമ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ഈ പുളിമാവ് തിന്മയെയും ഉപദേശകരമായ അശുദ്ധിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ പെരുന്നാൾ സ്ഥാപിതമായത്. യഹൂദന്മാരുടെ ഏറ്റവും പുരാതനമായ ഈ പെരുന്നാൾ യഹോവയുടെ ജനമായി ആ ജാതിയെ ദത്തെടുത്തതിൻ്റെ ആഘോഷം കൂടിയാണ്. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ സ്പഷ്ടമായി വരച്ച് കാണിച്ചിട്ടുള്ള ഒരു സംഭവമാകുന്നു പെസഹായിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇസ്രായേൽ ജാതിക്ക് ദൈവവുമായുള്ള പുതിയ ബന്ധത്തിനടിസ്ഥാനമിട്ട പെരുന്നാളാണ് പെസഹ. അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുവാൻ ഇസ്രായേൽ ജനം ചെയ്യേണ്ട ഒരുക്കങ്ങളാണ് 12-ാം അധ്യായത്തിൽ, അതായത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. സംഹാരദൂതൻ മൂലം തങ്ങളുടെ ഭവനത്തിൽ ദുഃഖം വരാതിരിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം ഇസ്രായേല്യരോട് പറയുന്നത് നാം കാണുന്നു. 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ അത് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 12-ാം അധ്യായത്തിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം, അത് യഹോവയുടെ പെസഹ ആകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തുകൂടെ കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. നിങ്ങൾ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരുമ്പോൾ ലൗകികത്തോടെ എന്നേക്കുമായി വിട പറയുവാനുള്ള തയ്യാറെടുപ്പോടെ അരകെട്ടി ഇറങ്ങേണ്ടതാണ്. നിങ്ങൾക്ക് ഒരേ സമയം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുവാനും അതേസമയം പാപത്തിൽ നിങ്ങളുടെ ജീവിതം തുടരുവാനും സാധിക്കില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇനി ഒരിക്കലും പാപം ചെയ്യുവാൻ ഇടയാകുകയില്ല എന്നല്ല. എന്നാൽ പാപജീവിതം താങ്കളുടെ ജീവിതചര്യയായി മാറുകയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഇനി പാപത്തിൽ ജീവിക്കുകയില്ല. പക അടിമത്തമാകുന്നു, സ്നേഹമില്ലായ്മ അടിമത്തമാകുന്നു, വിദ്വേഷം അടിമത്തമാകുന്നു, അസൂയ അടിമത്തമാകുന്നു. പിശാചിൻ്റെ അടിമത്തത്തിൽ ഇന്നും മിസ്രൈമിൽ കഴിയുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതെ, നിങ്ങളുടെ കട്ടിളപ്പടിമേൽ രക്തം പുരട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിസ്രൈമിൽ നിന്നും പുറത്തു പോരും. 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ കാണുന്നത്, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ടല്ല ഇസ്രായേല്യർ രക്ഷപ്പെട്ടത് എന്ന് നാം ഓർക്കണം. മിസ്രൈമ്യർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചിരുന്നുവെങ്കിൽ അവരും രക്ഷപ്പെടുമായിരുന്നു. രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകുമെന്ന് ദൈവം പറഞ്ഞു.
താനൊരു നല്ലവനോ വിശ്വസ്തനോ ആയതുകൊണ്ടോ തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗുണം കൊണ്ടോ അല്ല ആരെങ്കിലും രക്ഷപ്പെടുന്നത്. കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. രാത്രിയിൽ അവർ വീടിന് പുറത്ത് ഓടി നടന്ന് കട്ടിളപ്പടിയിലെ രക്തം നോക്കി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. അവർക്കതിൽ വിശ്വാസവും ഉറപ്പും ഉണ്ടായിരിക്കേണ്ടതുണ്ടായിരുന്നു. അവർ പരിച്ഛേദന എന്ന ആചാരം അനുഷ്ഠിച്ചതുകൊണ്ടോ ഏതെങ്കിലും ഒരു പള്ളിയിലെ അംഗങ്ങൾ ആയിരുന്നതുകൊണ്ടോ അല്ല അവർക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചത്. ദൈവം പറയുന്നത്, ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. സംഹാരദൂതൻ ചുറ്റുപാടും ഇസ്രായേല്യരുടെ ഒരു കണക്ക് ശേഖരിക്കുകയല്ലായിരുന്നു. ജനൽ തുറന്ന് സംഹാരദൂതനോട് തങ്ങൾ എത്രമാത്രം നല്ലവരാണെന്നും എത്രമാത്രം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നൊന്നും അവർ പറയേണ്ടതില്ലായിരുന്നു. ആരെങ്കിലും കട്ടിളപ്പടിക്ക് പുറത്ത് നിന്നിരുന്നെങ്കിൽ ജനലിൽ കൂടി തലയിട്ടാലും മതി, ആ രാത്രിയിൽ അവർ കൊല്ലപ്പെടുമായിരുന്നു. ദൈവം പറഞ്ഞത്, ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും എന്നാണ്. വേറൊന്നും അതിനോട് കൂട്ടിച്ചേർക്കേണ്ടതില്ല. മഹാസംഹാരത്തിൻ്റെ ആ രാത്രിയിൽ ആരാണ് രക്ഷപ്പെട്ടത്? ദൈവത്തെ വിശ്വസിച്ചവർ, ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചവർ, തങ്ങളുടെ കട്ടളപ്പടികളിന്മേൽ രക്തം തളിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്തവർ. ഇത് ശരിയായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ തന്നെയും ദൈവം പറയുന്നതിന് യേസ് പറയുക മാത്രമാണ് നിങ്ങൾക്കും എനിക്കും ചെയ്യുവാൻ സാധിക്കുന്നത്. അത് അപ്രകാരം അങ്ങ് വിശ്വസിക്കുക. അതായത് ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള ബൗദ്ധിക ജ്ഞാനമുണ്ടോ ഇല്ലയോ എന്നതല്ല, ദൈവവചനത്തെയും ദൈവവാഗ്ദാനങ്ങളെയും ഞാൻ അക്ഷരം പ്രതി വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എന്നെ രക്ഷിക്കുമെന്ന് ദൈവം എന്നോട് പറയുന്നു. മറ്റൊന്നും എന്നെ രക്ഷിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ മതിയായതാകുന്നു. താൻ രക്തം കാണുമ്പോൾ ആ വീടിനെ ഒഴിഞ്ഞ് കടന്നു പോകുമെന്ന് ദൈവം പറഞ്ഞു. രക്തം എന്തെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെയോ നിഗൂഢതയുടെയോ അടയാളമായിരുന്നില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം അവിടെ കൊടുക്കേണ്ടതുമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന വലിയ പ്രമാണം ദൈവവചനത്തിൽ ഉടനീളം കാണുന്നുണ്ട്. ഇത് മനസ്സിലാക്കുവാൻ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഒരു ന്യായാധിപൻ്റെ മുൻപാകെ കുറ്റം തെളിയിക്കപ്പെട്ട ഒരു കുറ്റവാളി നിൽക്കുന്നു എന്നിരിക്കട്ടെ. തെളിവുകൾ എതിരായിട്ടും ന്യായാധിപൻ തൻ്റെ വിശാല മനസ്സുകൊണ്ട് അയാളെ വെറുതെ വിടുമോ? അങ്ങനെ ചെയ്താൽ അയാൾ നീതിയുള്ള ന്യായാധിപനാണെന്ന് പറയുവാൻ കഴിയുമോ? ഭൂമിയിലുള്ള ഒരു ന്യായാധിപൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തിന് പാപത്തിന് നേരെ കണ്ണടയ്ക്കുവാൻ കഴിയുകയില്ല. സുഹൃത്തെ, കുറ്റവാളിയെ നിയമത്തിന് വിധേയനാക്കുകയാണ് ന്യായാധിപൻ ചെയ്യുന്നത്. അതാണ് ചെയ്യേണ്ടത്. അയാൾ തൻ്റെ കുറ്റത്തിന് പ്രായശ്ചിത്തം ചെയ്യുകയും വേണം. പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ നിയമം അനിഷേധ്യമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നമ്മുടെ എല്ലാവരുടെയും മേൽ മരണശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം കൃപയുള്ളവനാണ്. കുറ്റക്കാരന് വേണ്ടി നിഷ്കളങ്കമായ ജീവൻ പകരമായി തീരുന്നു. ക്രിസ്തുവിൻ്റെ വരവ് വരെയും അതൊരു ആട്ടിൻകുട്ടിയായിരുന്നു. പിന്നീട് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശു ഭൂമിയിൽ വന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-29 നാം അത് വായിക്കുന്നു. നാം ക്രിസ്തുവിനെ നമുക്ക് പകരം യാഗമായി തീർന്ന കുഞ്ഞാടായി വിശ്വസിച്ചുകൊണ്ട് അവനെ രക്ഷകനായി സ്വീകരിച്ചാൽ പാപികൾ എന്ന നിലയിൽ നമുക്ക് അർഹമായ ന്യായവിധിയിൽ നിന്നും നാം രക്ഷിക്കപ്പെടും, മോചിപ്പിക്കപ്പെടും. രക്തം മൂലം സുരക്ഷിതമാക്കപ്പെടാതിരുന്ന ഓരോ ഭവനത്തിലും അന്ന് രാത്രി മിസ്രൈമിൽ ആദ്യജാതന്മാർ മരണത്തിന് ഇരയായി. വീടിൻ്റെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടുന്നത് വിശ്വാസത്തിൻ്റെ സൂചനയായിരുന്നു. ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ഈ പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വ്യക്തിപരമായ വിശ്വാസത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ പെസഹായും അതിൻ്റെ ഒരു ഭാഗമായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ആചരിക്കുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ നാം കാണുവാൻ പോകുകയാണ്. പെസഹ പെരുന്നാളിന് ശേഷമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ.
ഇനി ഞാൻ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കേണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം. 1-ാം ദിവസത്തിലും 7-ാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗമുണ്ടാകണം. അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത്. വാസ്തവത്തിൽ സംഹാരദൂതൻ ഒഴിഞ്ഞു പോകുന്നതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. അവരുടെ രക്ഷയും ഇതുമായി ബന്ധപ്പെട്ടതല്ല. വീട്ടിലുള്ളവരുടെ കൂട്ടായ്മയുടെ വിരുന്നായിരുന്നു ഈ പറഞ്ഞത്. അതൊരു കടമയും അതുപോലെ പദവിയുമായിരുന്നു. ദൈവം ആജ്ഞാപിച്ചു എന്നുള്ളത് സത്യമാണ്. അവർക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടായിരിക്കണമായിരുന്നു. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം. മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിൽ അവർ പുളിപ്പില്ലാത്ത അപ്പം തിന്നു. കാരണം പെസഹായുടെ രാത്രിയിലാണ് അവർ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്. പുറത്തു പോയത് അന്നാണ്. അവർ 7 ദിവസം ആ അപ്പമാണ് തിന്നത്. അത് പുളിപ്പില്ലാത്ത അപ്പമായിരുന്നു എന്ന് ശ്രദ്ധിക്കുക. പുളിപ്പുള്ള അപ്പം തിന്നുന്നവർ കൂട്ടായ്മയുടെ ബന്ധത്തിൽ നിന്ന് നീക്കപ്പെടുമായിരുന്നു. 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പുളിപ്പിനെക്കുറിച്ച് 8 പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം 21-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത്. ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ച് കളയണം. പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്ത് പെസഹായെ അറുപ്പീൻ. പുളിപ്പ് അല്ലെങ്കിൽ ഈസ്റ്റ് അത് തിന്മയുടെ പ്രമാണമാണ്. അത് അതിക്രമവും തിന്മയും ഉള്ളതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ പുളിച്ച മാവെടുത്ത് 3 പറ മാവിൽ അടക്കി വെച്ചതിൻ്റെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ആ പുളിച്ച മാവ് സുവിശേഷമല്ല, കാരണം അത് തിന്മയുടെ പ്രമാണത്തെയാണ് കുറിക്കുന്നത്. പുളിപ്പ് അതായത് തിന്മ അതിൽ കലർത്തി വെച്ചു, മാവിൽ കലർത്തി വെച്ചു. പല ക്രിസ്തീയ സഭാ വിഭാഗങ്ങളിലും എത്രമാത്രം തെറ്റുകളാണ് ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾ അവ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. വചനം പഠിപ്പിക്കുന്നതിനോടൊപ്പം പുളിപ്പും കലർത്തുന്നു. എല്ലാവരും ബൈബിൾ തന്നെയാണ് തങ്ങളുടെ ഉപദേശം പ്രചരിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ധാരാളം തെറ്റായ ഉപദേശങ്ങളും പഠിപ്പിക്കുന്നു. നാം തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഇസ്രായേൽ മക്കളോട് പറയുന്നത് അതാണ്. മത്തായി 16:6 കർത്താവ് ഈ പുളിച്ച മാവിൻ്റെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ പറയുന്നത്, എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന്. അതിൻ്റെ തന്നെ 11-ാം വാക്യത്തിൽ പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് എന്ന് കർത്താവ് ചോദിക്കുന്നു. കർത്താവ് ഭൗമികമായ അപ്പത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നാണ് ശിഷ്യന്മാർ അപ്പോൾ ചിന്തിച്ചത്. എന്നാൽ കർത്താവ് പരീശന്മാരുടെ തെറ്റായ ഉപദേശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി. പുളിപ്പില്ലാത്ത അപ്പം രുചികരമല്ല. പുളിപ്പില്ലാത്ത ശുദ്ധമായ ദൈവവചനം പഠിക്കുവാൻ അനേകർക്കും ഇന്ന് താല്പര്യമില്ല, ഒരു രുചിയുമില്ല. അനേകരും ആരാധനയ്ക്കെന്ന് പറഞ്ഞ് പള്ളിയിൽ വരുന്നത് തമ്മിൽ കാണുന്നതിനോ ആരാധനാ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനോ പാട്ട് കേൾക്കാനൊക്കെയാണ്. പലപ്പോഴും ദൈവവചനം രുചികരമല്ലാത്തതിനാൽ അവർക്ക് ദൈവവചനം ആവശ്യമില്ലാത്തതുപോലെയാണ് പലരും മുൻപോട്ട് പോകുന്നത്. പുളിപ്പില്ലാത്ത അപ്പം പുളിപ്പുള്ള അപ്പത്തെപ്പോലെ രുചികരമല്ല. എന്നാൽ ഒരു ദൈവവൈതലിൻ്റെ ഉത്തമമായ ആഹാരം ദൈവവചനം അത്രേ.
22 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കയിൽ മിസ്രയീമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അവർ എപ്രകാരമാണ് രക്തം കട്ടളക്കാലിന്മേൽ പുരട്ടിയതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? പാറകളുടെ ഇടയിൽ വളരുന്ന ഒരു ചെറിയ കുറ്റിച്ചെടിയാണ് ഈസോപ്പ്. അത് ഉപയോഗിച്ചാണ് അവർ രക്തം വീടിന്മേൽ പുരട്ടിയത്. ഈസോപ്പ് വിശ്വാസത്തെയാണ് കുറിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ രക്തം പുരളുന്നത് വിശ്വാസത്താലാണ്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അവിടുത്തെ ആ മഹാപ്രവൃത്തിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. വിശ്വസിക്കാത്തവർക്ക് അതൊരു വലിയ കാര്യമൊന്നുമല്ലായിരിക്കാം. പക്ഷേ രക്ഷയെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായ ഒന്നത്രേ അത്. ഇനിയും നമ്മൾ 10ാമത്തെ ബാധയെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. മിസ്രൈമിലെ ആദ്യജാതന്മാരുടെ മരണമാണ് ഇവിടെ വിഷയം. മിസ്രൈം ദേശത്ത് വരാൻ പോകുന്ന അവസാനത്തെ ബാധയും ന്യായവിധിയും ഇനിയും പറയുന്നതാണ്. അതിനു മുൻപ് ദൈവം തൻ്റെ ജനത്തെ ഒരുക്കി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 3 ബാധകളിൽ നിന്ന് ഗോശൻ ദേശം ഒഴിവാക്കപ്പെട്ടിരുന്നു. എന്നാൽ വീടിൻ്റെ കട്ടളക്കാലിന്മേൽ രക്തമില്ലാതെ ഈ ബാധയിൽ നിന്നും രക്ഷപ്പെടുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഏതൊരു മിസ്രൈമ്യനും ഇസ്രായേല്യനും അത് ഒരുപോലെ ബാധകമായിരുന്നു. ഇസ്രായേല്യർ ചെയ്തതുപോലെ ദൈവത്തെ വിശ്വസിക്കുവാനും തൻ്റെ കട്ടളക്കാലിന്മേൽ രക്തം പുരട്ടുവാനും ഓരോ മിസ്രൈമ്യനും അവകാശമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ സംഹാരദൂതൻ മിസ്രൈമ്യൻ്റെ വീട്ടിലെ ആദ്യജാതനെ ഒഴിഞ്ഞു പോകുമായിരുന്നു. ഒരുപക്ഷെ താങ്കൾ ചിന്തിച്ചേക്കാം, അത് അനീതിയായിരുന്നില്ലേ എന്ന്. ഇത്രയും നാൾ കഷ്ടമനുഭവിച്ച ഇസ്രായേല്യർക്കൊപ്പം ഇപ്പോൾ ഒരല്പം വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ മിസ്രൈമ്യനെയും രക്ഷിക്കുന്നത് അന്യായമല്ലേ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അവർ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിനപ്പോൾ യാതൊരു വിലയുമില്ലേ എന്ന് ചോദിച്ചേക്കാം. തീർച്ചയായും ഉണ്ട്. ന്യായവിധിയിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ കരുണയുടെ വാതിൽ തുറന്നിടുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ദൈവം ഓരോ മനുഷ്യനിൽ നിന്നും ആവശ്യപ്പെടുന്നത് തന്നോടുള്ള വിശ്വാസമാകുന്നു. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് സ്നാനം കഴിപ്പിച്ചിരിക്കുന്നു, ഏകീഭവിപ്പിച്ചിരിക്കുന്നു. താങ്കൾ സത്യസഭയുടെ ഒരു അംഗമായി തീർന്നിരിക്കുന്നു. ഒരിക്കൽ പല വിശ്വാസികൾക്കും അതിശയം തോന്നുന്ന ഒരു കാര്യം സംഭവിക്കും. ഞാൻ പറയാം. കർത്താവായ യേശുക്രിസ്തു ആരോടും അവർ ഏത് സഭയിൽ ഉൾപ്പെട്ടിരുന്നവരാകുന്നു എന്ന് ചോദിക്കാൻ പോകുന്നില്ല. ഇന്ന് ഈ അടിപിടി കൂടുന്നത് മാത്രമായിരിക്കും അന്ന് തിരിഞ്ഞു നോക്കി നമുക്ക് ദുഃഖിക്കുവാനുള്ളത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 29ഉം 30ഉം വാക്യങ്ങളിൽ, അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെയും മിസ്രൈം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞീലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാരും സകല മിസ്രൈമ്യരും രാത്രിയിൽ എഴുന്നേറ്റ് മിസ്രൈമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. ഈ അന്തിമമായ ന്യായവിധി ഓരോ വീട്ടിലുള്ള ആദ്യജാതന്മാരുടെ ജീവൻ എടുത്തു കളഞ്ഞു. ഇതേവരെയും ദൈവം മനുഷ്യജീവനെ സ്പർശിച്ചിരുന്നില്ല എന്നോർക്കണം. ഇപ്പോൾ അപ്രകാരം ചെയ്യുന്നു. എന്നാൽ ദൈവം കൊലപാതകനാണെന്ന് പറയരുത് കേട്ടോ. ജീവനെ സൃഷ്ടിച്ചവന് അതിനെ തിരിച്ചെടുക്കുവാനുള്ള അവകാശമുണ്ട്.
ഈ കടുത്ത ശിക്ഷ നടപ്പിലാക്കുന്നതിന് മുൻപ് പലവട്ടം അതിനെക്കുറിച്ച് ഫറവോന് ദൈവം മുന്നറിയിപ്പ് നൽകുകയും മനം തിരിയുവാൻ അവസരം നൽകുകയും ചെയ്തതാണ് എന്ന് മറക്കരുത്. തുടർന്ന് ഫറവോൻ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും പറഞ്ഞയക്കുന്നതാകുന്നു നാം കാണുന്നത്. ആ രാത്രിയിൽ ഉണർന്നെഴുന്നേറ്റ ഫറവോൻ ഭയന്നുപോയി എന്ന് വേണം കരുതുവാൻ. 31, 32 വാക്യങ്ങളിൽ, അപ്പോൾ അവൻ മോശയെയും അഹ്റോനെയും രാത്രിയിൽ വിളിപ്പിച്ചു. നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയ യഹോവയെ ആരാധിപ്പിൻ. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുമാടുകളെയും കന്നുകാലികളെ കൂടെയും കൊണ്ടുപോയിക്കൊള്ളുവീൻ, എന്നെയും അനുഗ്രഹിപ്പീൻ എന്ന് പറഞ്ഞു. വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? ഫറവോന് തൻ്റെ കടുംപിടുത്തം അവസാനം ഉപേക്ഷിക്കേണ്ടതായിരുന്നു. ഇതുവരെയും മോശയുടെ ആവശ്യങ്ങൾ അനുവദിച്ചു കൊടുക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ ബാധ അവൻ്റെ അടുത്തെത്തുകയും അവൻ്റെ സ്വന്തം മകനെ അത് സ്പർശിക്കുകയും ചെയ്തു. ആദ്യജാതന്മാരുടെ ജീവനെ എടുത്തുകൊണ്ടല്ല ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചതെന്ന് ഓർക്കണം. അഹ്റോൻ്റെ വടിയെ സർപ്പമാക്കി തീർത്തുകൊണ്ടാണ് ദൈവം ഫറവോനുമായുള്ള പോരാട്ടം ആരംഭിച്ചത്. അന്നേ അനുസരിച്ചെങ്കിൽ ഇത്രയും കഷ്ടം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല, ഈ ജനം ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. ഫറവോൻ ദൈവത്തെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് യാതൊരു ക്ലേശവും കൂടാതെ ദേശം വിട്ടുപോകാമായിരുന്നു. അവനും അവൻ്റെ ജനവും ഈ പറഞ്ഞ ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തേനേയും. അതിനാൽ കുറ്റം ദൈവത്തിൻ്റെ ഭാഗത്തല്ലായിരുന്നു. 33 വാക്യത്തിൽ നാം കാണുന്നത്, മിസ്രൈമ്യർ ജനത്തെ നിർബന്ധിച്ച് വേഗത്തിൽ ദേശത്തു നിന്ന് അയച്ചു. ഞങ്ങളെല്ലാവരും മരിച്ചു പോകുന്നു എന്ന് അവർ പറഞ്ഞു. ദൈവത്തോട് മത്സരിക്കുവാൻ നോക്കിയ മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥ നോക്കുക. ദൈവത്തിൻ്റെ ന്യായവിധി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് മിസ്രൈമ്യർക്ക് അറിയില്ലായിരുന്നു. ദൈവം അവരുടെ ആദ്യജാതന്മാരെ എടുത്തു കളഞ്ഞു. ഇനിയും എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും ദൈവം ചെയ്യുവാൻ പോകുന്നത്? ഒരുപക്ഷെ അവൻ എല്ലാ മിസ്രൈമ്യരെയും കൊന്നുകളയുവാനിടയുണ്ട്. അതിനാൽ ഫറവോനും അവൻ്റെ ആളുകളും തങ്ങളുടെ ജീവനെ ഭയപ്പെട്ട് ദേശം വിട്ടുപോകുവാൻ ഇസ്രായേല്യരെ നിർബന്ധിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന, അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പേ തൊട്ടികളോടുകൂടെ ശീലകളിൽ കെട്ടി ചുമലിൽ എടുത്തുകൊണ്ടുപോയി. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ചു. മിസ്രൈമ്യരോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രൈമ്യരെ കൊള്ളയിട്ടു. അവർ ചോദിച്ചപ്പോൾ അവരുടെ ആവശ്യമനുസരിച്ച് കൊടുപ്പാൻ തക്കവണ്ണം ദൈവം മിസ്രൈമ്യർക്ക് അവരോട് ദയ തോന്നുമാറാക്കി. മിസ്രൈമ്യർ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞ കാലത്തെ കൂലി കടംപെട്ടിരുന്നു എന്ന് ഓർക്കണം. മിസ്രൈമിൽ കഴിഞ്ഞ അനേകം സംവത്സരങ്ങളിൽ ഇസ്രായേൽ മക്കൾ കൂലിയില്ലാതെ വേല ചെയ്തതിൻ്റെ വേതനം പറ്റുന്നതിനുള്ള ദൈവത്തിൻ്റെ മാർഗമായിരുന്നു ഈ പറഞ്ഞത്. 37 വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റമേസേസിൽ നിന്ന് സൂക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഏതാണ്ട് 1 ദശലക്ഷത്തിൽ പരം ആളുകൾ മിസ്രൈം വിട്ടുപോയി എന്ന് കണക്കാക്കാവുന്നതാണ്. സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ തന്നെ 6 ലക്ഷം പുരുഷന്മാർ നടന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു രസകരമായ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇനിയും കൊണ്ടുവരാം. 38 വാക്യത്തിൽ, വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോടുകൂടെ പോന്നു. ഈ മിസ്രൈം വിട്ടുപോകുന്ന ജനത്തെ കൂടാതെ അവരോടൊപ്പം ഒരു സമ്മിശ്ര പുരുഷാരവും പോന്നു. ഒരുപക്ഷെ പിന്നീട് ഇസ്രായേൽ പാളയത്തിൽ പ്രശ്നത്തിന് കാരണക്കാർ ഈ പറഞ്ഞ സമ്മിശ്ര പുരുഷാരമായിരുന്നു. സംഖ്യാപുസ്തകത്തിൽ അവരെക്കുറിച്ച് കൂടുതലായി നാം കാണുന്നുണ്ട്. സമ്മിശ്ര പുരുഷാരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. ഒരു മിസ്രൈമ്യൻ ഒരു യഹൂദ്യ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയോ ഒരു എബ്രായൻ ഒരു മിസ്രൈമ്യ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയോ ചെയ്താൽ ആ ബന്ധത്തിൽ നിന്ന് ജനിച്ച കുട്ടികൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടതായി വന്നു. ഒന്നുകിൽ ഇസ്രായേല്യരോടൊപ്പം ദേശം വിട്ടുപോകണം, അല്ലെങ്കിൽ മിസ്രൈമിൽ തന്നെ പാർക്കണം. സമ്മിശ്ര പുരുഷാരത്തിൽ ചിലർ ദേശം വിട്ടുപോയി, മറ്റനേകർ മിസ്രൈമിൽ തന്നെ താമസിച്ചു. മിസ്രൈം വിട്ടുപോയവർ തങ്ങൾ തെറ്റായ തീരുമാനമാണോ എടുത്തതെന്ന് പലപ്പോഴും അതിശയിച്ചു പോയിട്ടുണ്ട്. കഷ്ടതയും പ്രയാസവും വന്നപ്പോൾ അവരാണ് പരാതി പറഞ്ഞത് എന്ന് നമുക്ക് കാണാവുന്നതത്രേ.
അവർ വാസ്തവത്തിൽ ശരിയായ ഇസ്രായേല്യർ ആയിരുന്നില്ല. ഇന്നും ഇസ്രായേലിനെ അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രശ്നം സമ്മിശ്ര ജാതിയാണ്. അന്യജാതിക്കാരായ മാതാപിതാക്കന്മാരുള്ളവർ ഇസ്രായേല്യരാണോ? അതുപോലെ സഭകളിലും ഈ സമ്മിശ്ര പുരുഷാരമാണ് പ്രശ്നക്കാർ. രക്ഷിക്കപ്പെടാത്ത ആളുകൾ അംഗങ്ങളായിത്തീരുന്നു. അങ്ങനെയുള്ളവർ സഭയിലുണ്ട്. അവർ പ്രശ്നക്കാരാണ്. അവർ ജഡത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ക്ഷമിപ്പാൻ താല്പര്യമില്ല. അവർക്ക് മറ്റുള്ളവരുമായി ചേർന്ന് പോകുവാൻ ഇഷ്ടവുമില്ല. സഭാ ശുശ്രൂഷകൻ ചെയ്യുന്നതൊന്നും ഈ കൂട്ടർക്ക് പിടിക്കില്ല. അവർ നോക്കുന്നിടത്തെല്ലാം കുറ്റമാണ്. അവർ ഒരിക്കലും തങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കി അവ തിരുത്തുവാൻ തയ്യാറാവില്ല. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർ വളരെയധികം ക്ഷമയോടും സ്നേഹത്തോടും കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. അവർ ആത്മസംയമനം പാലിക്കുന്നത് കാണാറുണ്ട്. 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്തു നിന്നും പുറപ്പെട്ടു പോയ കാലത്തോളം പെസഹ ആചരണത്തിന് പഴക്കമുണ്ട് എന്ന് നമ്മെ കാണിക്കുന്നു. യേശു വീണ്ടും വന്ന് തൻ്റെ സഹസ്രാബ്ദ രാജ്യം സ്ഥാപിക്കുന്നത് വരെയും യഹോവയായ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തത് അവർ ഒരിക്കലും മറക്കേണ്ടതല്ലായിരുന്നു. 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്താൽ ദൈവജനത്തോട് തങ്ങളെ തന്നെ ഏകീഭവിപ്പിച്ചവർക്ക് മാത്രമേ ഈ ആചരണത്തിൽ പങ്കുചേരുവാൻ കഴിയുകയുള്ളൂ എന്ന് വിവരിക്കുന്നു. ഒരു അന്യജാതിക്കാരൻ വിശ്വാസത്താൽ ഇസ്രായേൽ ജാതിയോട് താതാത്മ്യപ്പെടുവാൻ താൽപ്പര്യപ്പെട്ടാൽ അവനെ അതിന് സ്വാഗതം ചെയ്തിരുന്നു. ഒടുവിലത്തെ വാക്യങ്ങളിൽ സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായപ്രമാണം തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളെ ചെങ്കടൽ തീരത്തും മരുഭൂമിയിലും നാം അനുഗമിക്കുമ്പോൾ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് തുല്യമായ പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നതാണ്. ഇസ്രായേലിൻ്റെ മരുഭൂയാത്ര ഇന്ന് നാം കടന്നു പോകുന്ന വിശ്വാസയാത്രയുമായി വളരെ സാമ്യമുള്ളതാണ്. കാരണം മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ മുതൽ ദൈവത്തിൻ്റെ നീട്ടിയ കരത്തിൻ്റെയും ബലമുള്ള ഭുജത്തിൻ്റെയും അത്ഭുതകരമായ കരുതലും നടത്തിപ്പുമാണ് ഇസ്രായേൽ മക്കൾ അനുഭവിച്ചത്. നമ്മുടെ വിശ്വാസയാത്രയിലും ദൈവം അത് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അനുഭവിക്കേണ്ടത് നാം ഓരോരുത്തരും വിശ്വാസത്താലാണ്. അങ്ങനെ അതിമഹത്തായ ഒരു വിശ്വാസത്താൽ ദൈവം നിങ്ങളെ നയിക്കട്ടെ, നടത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. വിശ്വാസത്താൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട് മിസ്രൈം വിട്ടത് ഇസ്രായേൽ മക്കൾ മാത്രമായിരുന്നില്ല. വലിയൊരു സമ്മിശ്ര പുരുഷാരവും അവരോടൊപ്പം പുറപ്പെട്ടു. പിന്നീട് ഇസ്രായേലിൻ്റെ ഇടയിൽ ഉണ്ടായ പല പ്രശ്നങ്ങൾക്കും ഈ കൂട്ടർ കാരണമായതായി തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട ദൈവജനം തങ്ങളുടെ കൂട്ടായ്മകളിലും ആത്മീയ ബന്ധങ്ങളിലും വിവേകത്തോടെയും സൂക്ഷ്മതയോടുകൂടിയും നടക്കേണ്ടതാണ്.